PLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി എവല്യൂഷൻ എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. Evolutionary biology is the study of history of life forms on earth. എവല്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജീവപരിണാമം. എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവികളുടെ ചരിത്രമാണ്. ഭൂമിയിൽ എപ്പോഴാണ് ജീവികൾ ഉണ്ടായത്, അവർക്ക് നാളിതുവരെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ശരിക്കും എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും എവല്യൂഷൻ? വാട്ട് എക്സാക്ട്ലി ഈസ് എവല്യൂഷൻ? അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിലെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭൂമിയിൽ ജീവൻ ആദ്യമായി ഉണ്ടായി എന്ന് കരുതുന്ന സമയത്തെ ഭൂമിയിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ അറിയണം. അതായത് ഭൂമിയുടെ എവല്യൂഷൻ ഹിസ്റ്ററി, സ്റ്റാർസിൻ്റെ എവല്യൂഷൻ ഹിസ്റ്ററി, ആത്യന്തികമായി നമ്മുടെ യൂണിവേഴ്സിൻ്റെ തന്നെ എവല്യൂഷൻ ഹിസ്റ്ററി. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ ദാറ്റ് ഹാവ് ഒക്കേർഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൺ എർത്ത്. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽസും പ്ലാന്റ്സും. ഫ്ലോറെ സാധാരണ പ്ലാന്റ്സിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടേമാണ് ഫ്ലോറ. ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടേമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുണ്ടായിട്ടുള്ള ഈ സസ്യങ്ങളും ജന്തുക്കളും മില്യൺസ് ഓഫ് ഇയേഴ്സ്, കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവയ്ക്കുണ്ടായ മാറ്റം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഒറിജിൻ ചെയ്ത കോണ്ടെക്സ്റ്റ്, ഭൂമി എങ്ങനെ ഉണ്ടായി, നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടായി, നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം നമ്മുടെ ഭൂമിയിലെ ജീവൻ ഉണ്ടായതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഭൂമിയിൽ ജീവനുണ്ടായ സാഹചര്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് തിയറീസ് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഹൗ ഓൾഡ് ഈസ് അവർ യൂണിവേഴ്സ്? നമ്മുടെ പ്രപഞ്ചത്തിന് എന്ത് പ്രായം വരും അറിയാവോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് വെരി ഓൾഡ്, ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് 100 കോടിയാണ്. അപ്പോൾ 20 ബില്യൺ എന്ന് പറയുമ്പോൾ 2000 കോടി വർഷങ്ങൾ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം, നമ്മുടെ ഭൂമി, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെയുള്ള നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 2000 കോടി വർഷങ്ങൾ. 20 ബില്യൺ ഇയേഴ്സ് ആണ് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ കാലപ്പഴക്കം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പ്രപഞ്ചത്തിലാണ് നമ്മുടെ ഈ ഗാലക്സി, യൂണിവേഴ്സിൽ നമ്മുടെ ഭൂമിയും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഗാലക്സീസ് ഉണ്ട്, അറിയാം അല്ലേ? ഇപ്പം നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സി എന്ത് പേരിലാണ് വിളിക്കുക? മിൽക്കി വേ എന്നാണ് വിളിക്കുക. എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞാൽ? ഗാലക്സി എന്ന് പറഞ്ഞാൽ എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ഗ്യാസ്, ഡസ്റ്റ്, ബില്യൺസ് ഓഫ് സ്റ്റാർസ്, അവയുടെ സോളാർ സിസ്റ്റംസ്, ഇതെല്ലാം ചേർന്നതാണ് ഗാലക്സി എന്ന് പറഞ്ഞാൽ. ഗാലക്സീസ് കണ്ടെയ്ൻ സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്. ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് കംപ്രൈസ് ദ യൂണിവേഴ്സ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ആയിരക്കണക്കിന് ഗാലക്സീസ് ഉണ്ട്. കൺസിഡറിങ് ദ സൈസ് ഓഫ് ദ യൂണിവേഴ്സ്, ദ എർത്ത് ഈസ് ഇൻഡീഡ് എ സ്പെക്ക്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൈസ്, അതുമായിട്ട് നമ്മുടെ ഭൂമിയുടെ സൈസിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എർത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡീഡ് എ സ്പെക്ക്. എ സ്പെക്ക് മീൻസ് എ സ്മാൾ പോയിന്റ്, ഒരു ചെറിയ ഒരു ബിന്ദു മാത്രം. അത്രത്തോളം ചെറുതാണ് നമ്മുടെ ഈ ഗാലക്സി, നമ്മുടെ പ്രപഞ്ചം ഉൾപ്പെടുന്ന
നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗാലക്സി. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉത്ഭവം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ കുറിക്കുന്ന തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഒരു വലിയ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത്. ദ ബിഗ് ബാങ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂണിവേഴ്സ് ഒറിജിനേറ്റഡ് അബൌട്ട് 20 billion years ago by a huge explosion. വലിയ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. മഹാവിസ്ഫോടന സിദ്ധാന്തം അതാണ് പറയുന്നത്. ഇനി ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഹൗ ഓൾഡ് ഈസ് അവർ എർത്ത്? നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട്, യൂണിവേഴ്സ് ഉണ്ടായിട്ട് 2000 കോടി വർഷങ്ങളായി എന്ന് പറഞ്ഞു. അപ്പം അതിൽ തന്നെ നമ്മുടെ ഈ ഭൂമി എന്ത് പ്രായം വരും? ദ എർത്ത് വാസ് ഫോംഡ് അബൌട്ട് 4.5 billion years ago. ഇപ്പോൾ 20 billion yearsന് മുമ്പാണ് യൂണിവേഴ്സ് ഉണ്ടായത്. അപ്പം അതും കഴിഞ്ഞ് പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ ഭൂമിയുടെ പ്രായം കണക്കാക്കിയിരിക്കുന്നത് 4.5 billion years. 2000 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായി. അപ്പോൾ അതിൽ വെറും 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഭൂമി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷമൊന്നും ഇല്ലായിരുന്നു, അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു, ഇന്ന് നമ്മൾ കാണുന്ന ആകാശമൊന്നും ഇല്ലായിരുന്നു. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഇന്ന് നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുണ്ട്. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഭൂമി ഉണ്ടായ സമയത്ത് ഇല്ലായിരുന്നു. വാട്ടർ വേപ്പർ, മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ റിലീസ്ഡ് ഫ്രം മോൾട്ടൺ മാസ് കവേർഡ് ദ സർഫസ്. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു ഉരുകി ഒലിച്ചുകൊണ്ടിരുന്ന ഒരു ഗോളമായിരുന്നു. അപ്പോൾ അത് ക്രമേണ തണുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും വാട്ടർ വേപ്പറും മീഥൈൻ ഗ്യാസും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും ഒക്കെ ഇതിൽ നിന്നും എന്ത് ചെയ്യാൻ തുടങ്ങി? പുറത്തേക്ക് വരുവാൻ തുടങ്ങി. The UV rays from the sun broke up water into hydrogen and oxygen. ആ സമയത്ത് സൂര്യനിൽ നിന്നും ധാരാളം അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ വാട്ടറിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കമ്പോണൻസ് ആയ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. അപ്പോൾ ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ലിബറേറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്നും ഓസോൺ പാളികളൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഈ ലിബറേറ്റ് ചെയ്ത ഓക്സിജൻ അമോണിയയും മീഥൈനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും വാട്ടർ ഉണ്ടായി, കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലുണ്ടായി. ഈ ഉണ്ടായ വാട്ടർ എന്ത് സംഭവിച്ചു? ദ അറ്റ്മോസ്ഫിയറിക് വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ഇൻ ടു ഡ്രോപ്സ്. അപ്പം മുകളിലേക്ക് ചുട്ടുപഴുത്തുകൊണ്ടിരുന്ന ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോയ വാട്ടർ വേപ്പർ വീണ്ടും എന്ത് ചെയ്തു? മുകളിൽ ചെന്നിട്ട് കണ്ടൻസ് ചെയ്തു. കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും റെയിനായിട്ട്, മഴയായിട്ട് താഴേക്ക് വന്നു. അപ്പോൾ എർത്ത് തണുത്തിട്ടില്ല, സൂപ്പർ ഹീറ്റഡ് എർത്താണ് ആ സമയത്ത്. എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് എർത്ത് ക്രസ്റ്റാണ്. ആ സമയത്ത് ഈ വെള്ളം എർത്തിൻ്റെ സർഫസിൽ വന്ന് വീണാൽ എന്താ സംഭവിക്കുക? ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഇവാപ്പറേറ്റഡ്. വളരെ പെട്ടെന്ന് തന്നെ അത് വീണ്ടും ബാഷ്പമായിട്ട് മാറി. ആൻഡ് റിട്ടേൺഡ് ടു ദ അറ്റ്മോസ്ഫിയർ. വീണ്ടും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോയി. ദ സൈക്കിൾ വാസ് കണ്ടിന്യൂഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. കോടിക്കണക്കിന് വർഷങ്ങൾ ഇതേ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു, വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോൾ ആ രീതിയിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചു? റിസൾട്ടഡ് ഇൻ ദ കൂളിംഗ് ഓഫ് എർത്ത്. ഭൂമി തണുക്കാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? ആൻഡ് ഹോൾഡ് ലാർജ് വാട്ടർ ബോഡീസ് കാൾഡ് ഓഷൻസ്. അങ്ങനെ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ തുടങ്ങി. വെള്ളം ശേഖരിച്ചു വയ്ക്കുവാൻ തുടങ്ങി ഭൂമി. ആ ശേഖരിച്ചു വച്ചിരിക്കുന്ന വെള്ളം എന്തായിട്ട് മാറി? ഓഷൻസ് ആയിട്ട് മാറി, സമുദ്രമായിട്ട് മാറി. നേരത്തെ സൂചിപ്പിച്ചു, ദ എർത്ത് വാസ് ഫോംഡ് അബൌട്ട്
4.5 ബില്യൺ ഇയേഴ്സ് അഗോ, 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ ആ ഭൂമിയിൽ തന്നെ പിന്നെയും ജീവൻ്റെ കണികകൾ ഉണ്ടാകാൻ വീണ്ടും ഒരു 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞു. ദാറ്റ് മീൻസ് വീണ്ടും ഒരു 500 കോടി വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എത്രയാ, 4.5 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് ഭൂമി ഉണ്ടായതെങ്കിൽ ജീവൻ ഉണ്ടായത് 4 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ്. 400 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. തിയറീസ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തിയറീസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റിൽ തിയറി ഓഫ് പാൻസ്പെർമിയ. പാൻസ്പെർമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തിയറിയാണ്. അപ്പോൾ ഈ തിയറി പ്രകാരം ഈ ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് മറ്റെവിടെ നിന്നോ ആയിരുന്നു. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ ഈ യൂണിവേഴ്സിൽ ലൈഫിൻ്റെ കണികകൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയായിരുന്നു. ആ പാറിപ്പറന്ന് നടന്ന കണികകൾ എങ്ങനെയോ ഭൂമിയിലും എത്തി, ഭൂമിയിലും ജീവനുണ്ടായി എന്ന് പറയുന്ന ഒരു തിയറി. നമുക്കിപ്പോൾ അത് വിശ്വസനീയമല്ല എന്ന് നമുക്കറിയാം. ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഈ തിയറിക്കുള്ളൂ, തിയറി ഓഫ് പാൻസ്പെർമിയയ്ക്കുള്ളൂ. Early Greek thinkers believed that the unit of life is distributed throughout the universe in the form of resistant living spores. അപ്പോൾ കുറേ ലിവിങ് സ്പോറുകൾ, കണികകൾ, ജീവൻ്റെ കണികകൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നും ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന കണികകൾ എങ്ങനെയോ ഭൂമിയിലെത്തിയെന്നും അങ്ങനെ ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്നും വിശ്വസിക്കുന്ന ഒരു തിയറി, തിയറി ഓഫ് പാൻസ്പെർമിയ. Early Greek thinkers believed that the unit of life is distributed throughout the universe in the form of resistant living spores. These spores reached the earth and developed into organisms. ഈ സ്പോർ നമ്മുടെ ഭൂമിയിൽ എത്തുകയും അങ്ങനെ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന തിയറി. നെക്സ്റ്റ്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനിസിസ്. ഇതൊരു അരിസ്റ്റോട്ടലിൻ്റെ തിയറിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ തിയറി പ്രകാരം ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രാ, മഡ് എറ്റ്സെട്ര. അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലൊക്കെ പഴങ്ങളോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാതെ അലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കൊച്ചു കൊച്ചു പുഴുക്കളും കൊച്ചു കൊച്ചു ഫ്ലൈസും ഒക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അരിസ്റ്റോട്ടൽ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ തിയറി ഓഫ് എബയോജെനിസിസ് എന്ന് പറയുന്ന തിയറി. എന്താണ് ഈ തിയറി പറയുന്നത്? സ്പോണ്ടേനിയസ് ആയിട്ട് ഓർഗാനിസംസ് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ നിന്നൊക്കെ വരുമെന്നാണ്? ഡീക്കേയിങ് മാറ്ററിൽ നിന്ന്, ലൈക്ക് സ്ട്രാ, മഡ് എറ്റ്സെട്ര. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓർഗാനിസംസ് തനിയെ ഇവോൾവ് ചെയ്യും എന്ന് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ അബയോജെനിസിസ് എന്ന് പറയുന്ന തിയറി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രാ, മഡ് എറ്റ്സെട്ര. അപ്പോൾ ഈ തിയറിയെ എക്സ്പെരിമെൻറ്റിലൂടെ ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് തെറ്റാണെന്ന് തെളിയിച്ചു. ലൂയി പാസ്റ്റർ ബൈ കെയർഫുൾ എക്സ്പെരിമെൻറ്റേഷൻ ഡിമോൺസ്ട്രേറ്റഡ് ദാറ്റ് ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അപ്പോൾ നേരത്തെ ഉള്ള ഒരു ജീവനുള്ള വസ്തുവിൽ നിന്നും മാത്രമേ പുതിയൊരു ജീവി ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സോൺ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ എന്തായാലും മൈക്രോ ഓർഗാനിസത്തിന് അദ്ദേഹം ഒരു ഫ്ലാസ്കിലെടുത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ഫ്ലാസ്കിനെ ഓപ്പൺ ആക്കിയും ക്ലോസ് ആക്കിയും വെച്ചു. അപ്പോൾ ഇവിടെ ഈ ഹീറ്റ് ചെയ്ത ഫ്ലാസ്ക് ഇതാ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നോ ബാക്ടീരിയ പ്രസൻറ്റ്, ബാക്ടീരിയ ഒന്നുമില്ല. അപ്പോൾ കുറേ ദിവസം അതിനെ എന്ത് ചെയ്തു? റിമൂവ് ദ നെക്ക് ആൻഡ് ലെറ്റ് ഇറ്റ് സിറ്റ്. ഫ്ലാസ്കിൻ്റെ നെക്കിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ആക്കി വെച്ചു. ഓപ്പൺ ആക്കി വെച്ചപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലെന്തിൻ്റെ പ്രസൻസ് കാണാൻ സാധിച്ചു? ബാക്ടീരിയയുടെ പ്രസൻസ് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് കാണാൻ സാധിച്ചു.
അപ്പോൾ ഈ രീതിയിൽ ഓപ്പണാക്കി വെച്ചിരിക്കുന്ന ഫ്ലാസ്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് കാണാൻ സാധിച്ചു. എന്നാൽ അദ്ദേഹം അതിനെ ക്ലോസ് ആക്കി വെക്കുകയാണെങ്കിൽ അതിൽ പ്രസൻസ് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ പിക്ചറിൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്ന് ഇതാ ഇവിടെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ഫുഡ് വേസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ അടച്ചു വെച്ചു, ഒരു ബോട്ടിൽ തുറന്നു വെച്ചു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുറന്നു വെച്ചിരുന്ന ബോട്ടിൽ നിന്നും ഫ്ലൈസും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. എന്നാൽ അടച്ചു വെച്ചിരുന്ന ബോട്ടിൽ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. He showed that in pre-sterilized flasks, life did not come from killed yeast, while in another flask open to air, new living organisms arose from killed yeast. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എന്തായിരുന്നു? പ്രീ-സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിൽ ലൈഫ് ഡിഡ് നോട്ട് കം ഫ്രം കിൽഡ് ഈസ്റ്റ്. കിൽഡ് ഈസ്റ്റിൽ നിന്ന് ലൈഫ് വരുന്നില്ല, ജീവനുള്ളവ വരുന്നില്ല. പക്ഷേ while in another flask open to air, എയറിൽ തുറന്നു വെച്ചിരുന്ന മറ്റേ ഫ്ലാസ്കിൽ ന്യൂ ലിവിങ് ഓർഗാനിസംസ് arose from killed yeast. ഇതായിരുന്നു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. നമ്മുടെ ലൂയി പാസ്റ്റർ അത് എക്സ്പെരിമെൻറ്റിലൂടെ തെറ്റാണെന്ന് തെളിയിച്ചു. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി വാസ് ഡിസ്മിസ്ഡ് ഓൺ സാൻഡഫോ ആൾ. നെക്സ്റ്റ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇപ്പോൾ സയൻറ്റിഫിക്കലി അപ്രൂവ് ചെയ്ത നെക്സ്റ്റ് തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ. ഒപ്പാരിൻ എന്നും ഹാൽഡൈൻ എന്നും പേരുള്ള രണ്ട് സയൻറ്റിസ്റ്റുമാർ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ആസ് പെർ ദിസ് തിയറി, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ ഇവരുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ജീവനുള്ളവ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ജീവനില്ലാത്ത നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് ജീവനുള്ള മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. ഉദാഹരണമായിട്ട് RNA, പ്രോട്ടീൻ തുടങ്ങിയ നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ലിവിങ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത് എന്നുള്ള തിയറിയാണ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ആൻഡ് ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ. ഈ തിയറിക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തു. ആരാ കൊടുത്തത്? സ്റ്റാൻലി എൽ മില്ലർ, ഹാരോൾഡ് സി യൂറേ. നമ്മൾ കോമൺ ആയിട്ട് യൂറേ മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കും. അപ്പം മില്ലർ എന്ന സയൻറ്റിസ്റ്റും അദ്ദേഹത്തിൻ്റെ കൊളീഗായ യൂറേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാണ് ഈ ഒരു തിയറിക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത്. ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ തിയറി ഓഫ് ഓർഗാനിക് എവല്യൂഷൻ വാസ് experimentally proved by Harold C. Urey and Stanley Miller in 1953. 1953 അവരിതിനൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തു. അപ്പോൾ എന്താണ് അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ്? അപ്പോൾ അവർ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വലിയൊരു കണ്ടെയ്നറിനകത്ത്, ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ഫ്ലാസ്കിനകത്ത് അവരെന്ത് ചെയ്തു? പ്രധാനമായിട്ടും 4 ഗ്യാസസ് എടുത്തു. പിക്ചറിൽ കാണാം നമുക്ക് മീഥൈൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. ഏതൊക്കെയാണ് ആ ഗ്യാസുകൾ? മീഥൈൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ 4 ഗ്യാസുകൾ ഈ ഒരു ഫ്ലാസ്കിനകത്തെടുത്തു. എന്നിട്ട് ഇതിനെ എന്തിന് വിധേയമാക്കി? ഹൈ ഇലക്ട്രിക് ഡിസ്ചാർജിന് വിധേയമാക്കി. പിക്ചറിൽ കാണാം, ഇലക്ട്രോഡ്സിനെ ഇവിടെ കാണാം. ഇലക്ട്രോഡ്സ്, പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് തങ്ങളിൽ കൂട്ടിമുട്ടിയാൽ നമുക്കറിയാം സ്പാർക്ക് ഉണ്ടാകും, ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഭൂമിയിൽ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ഇടിമിന്നൽ, ലൈറ്റ്നിങ്, അതിനെ സിമുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർ ആർട്ടിഫിഷ്യലി ലാബിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും ഗ്യാസുകൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്യാസുകളാണ് മീഥൈനും അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഗ്യാസുകൾ. അപ്പോൾ ആ ഗ്യാസുകളും അന്ന് ഭൂമിയിൽ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ്, ഇടിമിന്നൽ,
ആ മിന്നലിൻ്റെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? ഇത്രയും വലിയ ഒരു ഇലക്ട്രിക് ഷോക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് അവർ ശരിക്കും ഇതിൽ ഒബ്സർവ് ചെയ്തത്. 1953 S.L. Miller, an American scientist, created early earth condition in a laboratory. ലബോറട്ടറിയിൽ ആ ഒരു കണ്ടീഷൻ അവർ ക്രിയേറ്റ് ചെയ്തു. He created electric discharge in a closed flask containing methane, hydrogen, ammonia and water vapor at 800 degrees Celsius, 800 degree Celsius. He observed formation of amino acids. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തപ്പോഴത്തേക്കും ഈ ഗ്യാസസ് എന്ത് സംഭവിച്ചു? അത് ഫ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന് വിധേയമായി. ആ കെമിക്കൽ റിയാക്ഷന് വിധേയമായ ലിക്വിഡിനെ അവരിതാ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു കണ്ടൻസറാണ്. അപ്പോൾ അത് ഹൈ ടെമ്പറേച്ചറിൽ ഇവിടെ ഫോം ചെയ്യുന്ന സാധനം ഈ ട്യൂബ് വഴി താഴേക്ക് പോകുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് വാട്ടർ ഇൻ വാട്ടർ ഔട്ട്. അപ്പോൾ വെള്ളം ഒരു എക്സ്റ്റേണൽ ട്യൂബിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ വരുന്ന ഗ്യാസസ് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. അങ്ങനെ അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിന് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് എന്ത് കാണാൻ സാധിച്ചു? അതിൽ അമിനോ ആസിഡ്സുകളെ കാണാൻ സാധിച്ചു. അമിനോ ആസിഡ്സ് നമുക്കറിയാം, ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. അതൊരു ലൈഫ് തന്മാത്രയാണ്, ലൈഫ് മോളിക്യൂളാണ്. അപ്പോൾ തുടർന്ന് നടന്ന മറ്റു പരീക്ഷണങ്ങളിലും ഇതിൽ കൂടുതൽ മോളിക്യൂൾസുകൾ തന്നെ മറ്റ് സയൻറ്റിസ്റ്റുമാർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഷുഗർ കിട്ടി, നൈട്രജൻ ബേസസ്, അഡിനൈൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ തുടങ്ങിയ നൈട്രജൻ ബേസസുകൾ, പിഗ്മെൻറ്റ്സുകൾ, ഫാറ്റ് മോളിക്യൂളുകൾ, ഇതുപോലത്തെ എന്താണ് ഓർഗാനിക് മോളിക്യൂൾസുകൾ മറ്റ് സയൻറ്റിസ്റ്റുമാർക്ക് ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുകയും ചെയ്തു? കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്ത് തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നു? കെമിക്കൽ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നു. ദ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റഡ് 3 ബില്യൺ ഇയേഴ്സ് ബാക്ക്. നേരത്തെ ഭൂമിയുടെ പ്രായം നമ്മൾ പറഞ്ഞു അല്ലേ? 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് നമ്മുടെ എർത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റഡ് 3 ബില്യൺ ഇയേഴ്സ് ബാക്ക്. അതിൽ നമ്മുടെ സെല്ലുലാർ ഫോംസ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പ്രോട്ടീന്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, അപ്പോൾ അതുപോലെയുള്ള നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് could have originated 3 billion years back. അപ്പോൾ അവ ഉണ്ടായിട്ടൊരു 3 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. They would have been giant molecules. അവ എന്താകാം? RNA ആകാം, പ്രോട്ടീൻ ആകാം, പോളിസാക്കറൈഡ്സ് ആകാം. These capsules reproduced their molecules. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. RNAക്കൊക്കെ നമുക്കറിയാം സ്വയം ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മോളിക്യൂൾസ്, കപ്പാസിറ്റിയുള്ള മോളിക്യൂൾസ് ആയിരിക്കും ആദ്യം ഉണ്ടായ ജീവൻ്റെ കണികകൾ എന്ന് പറയുന്നത്. അതൊരു സെല്ലല്ല, നോൺ സെല്ലുലാർ ഫോംസ് ആണ്. ജീവനില്ലാത്ത നോൺ സെല്ലുലാർ ഫോംസ് ആണ്. ബട്ട് അവയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും? ഡിവൈഡ് ചെയ്യാനുള്ള, സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള, ഡിവൈഡ് ചെയ്യാനുള്ള, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ദ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പോസിബിളി ഒറിജിനേറ്റ് ടിൽ അബൌട്ട് 2000 മില്യൺ ഇയേഴ്സ് അഗോ. ഒരു 2000 മില്യൺ ഇയേഴ്സിന് മുമ്പ് വരെ ഇത്തരം ലൈഫ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കണക്കാക്കുന്നത്. they are probably single cells. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിംഗിൾ സെൽസ് ആയിരിക്കും. All life forms were in water environment only. ഇപ്പോൾ എല്ലാ ജീവികളും അല്ലെങ്കിൽ എല്ലാ ജീവൻ്റെ കണികകളും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക എവിടെയാണ്? വെള്ളത്തിലാണ്, വാട്ടറിലാണ്. This version of biogenesis, that is, the first form of life arose slowly through
evolutionary forces from non-living molecules is accepted by majority. അപ്പോൾ ഈ ഒരു വെർഷൻ ഓഫ് ബയോജെനിസിസ് എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് സെൽസ് ഉണ്ടായത് എന്ന് പറയുന്നത് എന്താണ്? സ്ലോലി ഈസ് ഫസ്റ്റ് ഫ്രം ലൈഫ് അറോസ് സ്ലോലി ത്രൂ എവല്യൂഷണറി ഫോഴ്സസ് ഫ്രം നോൺ ലിവിങ് മോളിക്യൂൾ ഈസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഇങ്ങനെ ലിവിങ് ഫോംസ് ഉണ്ടായത് നോൺ ലിവിങ് ഫോംസ്, അതായത് നേരത്തെ കണ്ടതുപോലെ മീഥൈനും വാട്ടർ വേപ്പറും ഹൈഡ്രജനും അതുപോലെയുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ എന്താണ് എവല്യൂഷണറി ഫോഴ്സസ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മനസ്സിലാക്കിയ ഫോഴ്സ് ലൈറ്റ്നിങ്ങിൻ്റെ എനർജിയാണ്. ആ എനർജി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലിവിങ് മോളിക്യൂൾസ് ഉണ്ടായി എന്നുള്ള തിയറിയാണ് ഇന്ന് കൂടുതലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. However, once formed, how the first cellular forms of life would have evolved into complex biodiversity of today is the fascinating story. അങ്ങനെ ഉണ്ടായ ഫസ്റ്റ് സെല്ലുലാർ ഫോമിൽ നിന്നും ഇന്ന് കാണുന്ന ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള ഓർഗാനിസംസ് അതുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു രസകരമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് തിയറി, ലൈഫ് ഫോംസ് ഉണ്ടായതിൻ്റെ ഒരു തിയറിറ്റിക്കൽ അപ്രോച്ചിലേക്ക് നമുക്ക് പോകാം. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഇതൊരു ബിബ്ലിക്കൽ തിയറിയാണ് അല്ലേ? ബൈബിളിൽ ജീവൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം എന്താണ്? ദൈവം എല്ലാ ജീവികളെയും സൃഷ്ടിച്ചു എന്നാണ്. All living organisms that we see today were created as such. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ദൈവം ഇന്ന് കാണുന്ന അതുപോലെ സൃഷ്ടിച്ചതാണ്. The diversity was always the same since creation and will be the same in future also. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഇന്ന് ഈ കാണുന്ന ഈ ഡൈവേഴ്സിറ്റി അത് ആ ജീവൻ ഉണ്ടായ കാലം മുതലേ ഉള്ള ഡൈവേഴ്സിറ്റിയാണ്. ഇനി ഭാവിയിലും ഇതിങ്ങനെ തന്നെയായിരിക്കും. ദി എർത്ത് ഈസ് അബൌട്ട് 4000 years old. ഭൂമിക്ക് വെറും 4000 വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ. അപ്പോൾ ഈ ഓൾ ദീസ് ഐഡിയാസ് വെർ സ്ട്രോങ്ലി ചലഞ്ചഡ് ഡ്യൂറിങ് ദ 19th century. 19ാം നൂറ്റാണ്ടിൽ ഇത്തരം തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു? ശാസ്ത്രലോകം ചലഞ്ച് ചെയ്തു. അപ്പോൾ ആ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ പിക്ചറിൽ കാണുന്ന ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ചാൾസ് ഡാർവിൻ 1809 മുതൽ ജനിച്ചു. 1882 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. 1859 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്കുണ്ട്. ഫാദർ ഓഫ് എവല്യൂഷൻ, എവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ചാൾസ് ഡാർവിൻ. അപ്പോൾ അദ്ദേഹം 5 വർഷ കാലയളവിൽ അദ്ദേഹം നടത്തിയ യാത്ര, ഈ കാണുന്ന HMS ബീഗിൾ എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു ഷിപ്പിൽ അദ്ദേഹം നടത്തിയ യാത്രയാണ് നമ്മുടെ ഈ ഇന്ന് വിശ്വസനീയമായിട്ടുള്ള തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. എങ്ങനെയാണ് ജീവികൾ ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയെത്തി എന്നതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആദ്യത്തെ ഒരു തിയറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓർക്കേണ്ട സയൻറ്റിസ്റ്റാണ് നമ്മുടെ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ HMS ബീഗിൾ എന്ന് പറയുന്ന ഈ ഷിപ്പിൽ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, ഗാലപ്പഗോസ് ഐലൻഡിലൂടെയുള്ള യാത്ര, ആ യാത്രയാണ് ശരിക്കും ഇന്ന് ഈ കാണുന്ന നമ്മുടെ ഈ നാച്ചുറൽ സെലക്ഷൻ തിയറി അതിന് മെയിനായിട്ട് അടിസ്ഥാനമായിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് മെയ്ഡ് ഡ്യൂറിങ് എ സീ വോയേജ് ഇൻ എ സെയിൽഷിപ്പ് കാൾഡ് HMS ബീഗിൾ റൗണ്ട് ദ വേൾഡ്, ചാൾസ് ഡാർവിൻ കൺക്ലൂഡഡ് ദാറ്റ് എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസ് ഷെയർ സിമിലാരിറ്റീസ് ടു വേരിയിങ് ഡിഗ്രീസ് നോട്ട് ഓൺലി അമംഗ് ദംസെൽവ്സ് ബട്ട് ആൾസോ വിത്ത് ലൈഫ് ഫോംസ് ദാറ്റ് എക്സിസ്റ്റഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. അപ്പോൾ ഈ ഒരു യാത്ര HMS ബീഗിൾ എന്ന് പറയുന്ന ഈ ഷിപ്പിൽ അദ്ദേഹം 5 വർഷ കാലയളവിൽ നടത്തിയിട്ടുള്ള ഈ ഒരു യാത്ര. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിന്നും അദ്ദേഹത്തിന് കണ്ടെത്തിയ കൺക്ലൂഷൻ എന്തായിരുന്നു?
The existing living forms share similarities to varying degrees. നമ്മൾ ഇന്ന് കാണുന്ന ഈ ലിവിങ് ഫോംസ് ഷെയർ സിമിലാരിറ്റീസ് ടു വേരിയിങ് ഡിഗ്രീസ്. വളരെ അധികം സിമിലാരിറ്റീസ് കാണിക്കുന്നു അവ തങ്ങളിൽ. അവർ പരസ്പരം സിമിലാരിറ്റി കാണിക്കുന്നു. നോട്ട് ഓൺലി among themselves but also with life forms that existed millions of years ago. പിന്നെ ആരുമായിട്ടും സിമിലാരിറ്റി കാണിക്കുന്നു? കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ള ജീവികളുമായിട്ടും സിമിലാരിറ്റി കാണിക്കുന്നു. The existing living forms share similarities to varying degrees. വ്യത്യസ്തമായ അളവുകളിൽ. Not only among themselves, അവ തങ്ങളിൽ മാത്രമല്ല, but also with life forms that existed millions of years ago. കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഉള്ള ജീവികളുമായിട്ടും അവ എന്ത് കാണിക്കുന്നു? സിമിലാരിറ്റി കാണിക്കുന്നു. Many such life forms do not exist anymore. അപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന പല ജീവികളും ഇന്ന് കാണാനേ ഇല്ല. അവയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു? എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു എന്ന് നമ്മൾ പറയും. എന്താണ് എക്സ്റ്റിങ്ഷൻ? വംശനാശം സംഭവിച്ചു. There had been extinctions of different life forms in the years gone, but just as new forms of life arose at different periods of history of earth. നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ഈ ഡോഡോ പക്ഷി, ടാസ്മേനിയൻ വൂൾഫ്, പാസഞ്ചർ പീജിയൻ, മാമോ ബേർഡ്, ഈ ബേർഡുകളൊന്നും ഈ ജീവികളൊന്നും ഇന്നില്ല, ഭൂമിയിലില്ല. ഇവയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു? എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു, വംശനാശം സംഭവിച്ചു. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികൾക്ക് അവരുടെ സമകാലികരുമായിട്ടും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പൂർവികരുമായിട്ടും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു അനിമലിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ജിറാഫ്. ഇപ്പോൾ നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ എവല്യൂഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ജിറാഫിൻ്റെ കഴുത്തിൻ്റെ നീളം എങ്ങനെയാണ് ഈ രീതിയിലേക്ക് നീളമുള്ള കഴുത്തുള്ള ജിറാഫായിട്ട് മാറിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? എവല്യൂഷനെ സൂചിപ്പിക്കുന്നതാണ്. ജീവികൾക്ക് മാറ്റമുണ്ടായി, പരിണാമം ഉണ്ടായി. ദർ ഹാഡ് ബീൻ ഗ്രാജുവൽ എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. ലൈഫ് ഫോംസിന് ഗ്രാജുവലി മാറ്റം ഉണ്ടായി. എനി പോപ്പുലേഷൻ ഹാസ് ബിൽറ്റ് ഇൻ വേരിയേഷൻ ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഏത് പോപ്പുലേഷൻ എടുത്താലും ആ പോപ്പുലേഷനിൽ സ്വഭാവങ്ങളിൽ വേരിയേഷനുള്ള ജീവികളുണ്ട്. ഇപ്പോൾ ഈ ജിറാഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവയിൽ കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫും ഉണ്ടായിരുന്നു, കഴുത്തിന് നല്ല നീളമുള്ള ജിറാഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുഡിനൊരു സ്കേഴ്സിറ്റി വന്നു, ഒരു ക്ഷാമം വന്നു. ഇപ്പോൾ പുല്ല് തിന്നുകൊണ്ടിരുന്ന ജിറാഫുകൾക്ക് തറയിലുള്ള പുല്ലുകൾ തിന്നാൻ കിട്ടാതെ വരുന്ന സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ഷോർട്ട് നെക്കുള്ള ജിറാഫുകൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. ലോങ് നെക്കുള്ള ജിറാഫുകൾക്ക് മരങ്ങളിലേക്ക് എത്തി ഇലകൾ പറിച്ചു തിന്നുവാനുള്ള സാധിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ലോങ് നെക്കുള്ള ജിറാഫുകൾ സർവൈവ് ചെയ്തു. ഷോർട്ട് നെക്കുള്ള ജിറാഫുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. Any population has built-in variation in characteristics. Those characteristics which enable some to survive better in natural conditions would outbreed others. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ലോങ് നെക്കുള്ള ജിറാഫാണ് സർവൈവ് ചെയ്യാൻ, അപ്പോഴത്തെ നാച്ചുറൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ അനുയോജ്യനായിട്ടുള്ള ക്യാരക്ടറുള്ള ജീവി. അപ്പോൾ ആ ജീവികൾ എന്ത് ചെയ്തു? കൂടുതലായിട്ട് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, ഔട്ട്ബ്രീഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവയുടെ എണ്ണം കൂടി. അപ്പോൾ നോർമലി ഷോർട്ട് നെക്കുള്ള ജിറാഫുകൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അപ്പോൾ അപ്പോഴത്തെ കണ്ടീഷൻ, ഫുഡിൻ്റെ കണ്ടീഷൻ, ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻസ്, അങ്ങനെ പലവിധ കണ്ടീഷൻസുകൾ അനിമൽസിനെ സർവൈവ് ചെയ്യാനോ അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആകാനോ കാരണമായി തീരാം. ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് എനേബിൾ സം ടു സർവൈവ് ബെറ്റർ ഇൻ നാച്ചുറൽ കണ്ടീഷൻസ്, climate, food, physical factors, etc. would outbreed others. അവ കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കും. That are less endowed to survive under such conditions. അല്ലാത്തവ എന്ത് ചെയ്യും? നശിച്ചു പോകും. Another word used is fitness of the individual or reproduction. ഇപ്പോൾ സർവൈവ് ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ള ജീവികൾ,
നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ജീവികൾക്ക് നല്ല ഫിറ്റ്നസ് ഉണ്ടാകും. ഡാർവിൻ യൂസ് ചെയ്ത മറ്റൊരു ടേമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റ് ഇൻഡിവിജ്വൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്. അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ഫിറ്റ്നസ്സാണ്? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്സാണ്. പുതിയ ജീവികളെ അനുകൂലമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ ജീവിക്കാൻ അനുയോജ്യമായ കപ്പാസിറ്റീസ് ഉള്ള സ്വഭാവങ്ങളുള്ള ജീവികൾ റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റാണ്. The fitness according to Darwin refers to reproductive fitness. Hence, those who are better fit in an environment leave more progeny than others. ആ എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ ഫിറ്റായിട്ടുള്ളവ കൂടുതൽ ആരെ ഉണ്ടാക്കുന്നു? പ്രോജനീസിന്, തലമുറയെ ഉണ്ടാക്കുന്നു, കൂടുതൽ ഓർഗാനിസംസിനെ ഉണ്ടാക്കുന്നു. These therefore will survive more and hence are selected by nature. അപ്പോൾ അവയെ നാച്ചർ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. He called it natural selection and implied it as a mechanism of evolution. ഇപ്പോൾ ഡാർവിൻ ഈ പ്രതിഭാസത്തിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചത്. റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വൽ കൂടുതൽ പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ആ പ്രോജനീസിനെ നാച്ചർ സെലക്ട് ചെയ്യും. അപ്പോൾ ആ പ്രതിഭാസത്തിനെയാണ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ അത് എവല്യൂഷന് കാരണമായിട്ട് തീരുന്നു. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഇറ്റ് ഈസ് ആസ് എ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ ഒരു മെക്കാനിസമായിട്ട് നാച്ചുറൽ സെലക്ഷൻ മാറുന്നു എന്ന് ആര് പറഞ്ഞു? പ്രപ്പോസ് ചെയ്തു? ഡാർവിൻ പ്രപ്പോസ് ചെയ്തു. ഇനി നമ്മൾ ഈ നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് വാലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആൽഫ്രഡ് വാലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1823 1913 കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു, ഒരു ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡുകളാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് നിദാനമായിട്ടുള്ള വിസിറ്റ് നടത്തിയതെങ്കിൽ, അപ്പോൾ ഇദ്ദേഹം മലൈ ആർച്ചിപ്പെലാഗോ, ആ മലൈ ദ്വീപസമൂഹങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ നടത്തുകയും ഡാർവിൻ കണ്ടുപിടിച്ചതുപോലെയുള്ള തിയറീസും കാര്യങ്ങളുമൊക്കെ പ്രപ്പോസ് ചെയ്ത മറ്റൊരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് വാലേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഇപ്പോൾ ഡാർവിനുമായിട്ട് ചേർന്നിട്ടൊക്കെ പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. Alfred Wallace, a naturalist who worked in Malay archipelago, had also come to similar conclusions of Charles Darwin. All the existing life forms share similarities and share common ancestors. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും അവ തങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അവയുടെ കോമൺ ആൻസിസ്റ്റേഴ്സുമായിട്ടും സിമിലാരിറ്റീസ് ഉണ്ട്, അവരുടെ പൂർവികരുമായിട്ടും സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് തന്നെ മാർസൂപ്പിയൽ അനിമൽസാണ്, സഞ്ചി മൃഗങ്ങളാണ്. കങ്കാരുവിനെ പോലെയുള്ള കുറേ സഞ്ചി മൃഗങ്ങളാണ് നമ്മൾ ഈ കാണുന്ന അനിമൽസ്. ആസ്ട്രേലിയയിൽ മാർസൂപ്പിയൽ അനിമൽസാണ്. അപ്പോൾ ഇവയ്ക്കെല്ലാം പരസ്പരം സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവയുടെ ആൻസിസ്റ്ററുമായിട്ടും സിമിലാരിറ്റീസ് ഉണ്ട്, അവരുടെ പൂർവികനുമായിട്ട്. ഒരു പൊതുപൂർവികനിൽ നിന്നുമാണ് ഈ അനിമൽസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. However, these ancestors were present at different periods in the history of Earth. Epochs, periods and eras. ഇപ്പോൾ നമ്മുടെ ഈ എർത്തിൻ്റെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഉണ്ട്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ അനുസരിച്ച് എർത്തിനെ ഡിഫറൻറ്റ് ഈറാസും പീരീഡ്സും എപ്പോക്സും ഒക്കെ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈറാസിന് എക്സാമ്പിളാണ് സീനോസോയിക് ഈറ, മീസോസോയിക് ഈറ, പാലിയോസോയിക് ഈറ എന്നൊക്കെ പറഞ്ഞ് ഈറാസ് ഉണ്ട്. അതുപോലെ തന്നെ പീരീഡ്സ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ജുറാസിക് പീരീഡ്, ക്വാട്ടർണറി പീരീഡ്, ട്രയാസിക് പീരീഡ്, കാർബോണിഫറസ് പീരീഡ്, കേംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല പല ജിയോളജിക്കൽ പീരീഡ്സുകളായിട്ട് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഓർഗാനിസംസ് എല്ലാം ഒരേ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതല്ല. പല കാലയളവിൽ, പല എപ്പോക്സിൽ, പല പീരീഡ്സിൽ, പല ഈറാസിൽ ഉണ്ടായിട്ടുള്ളവയാണ്. These ancestors were present at different periods in the history of Earth. A common permissible conclusion is that Earth is very old. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക്, ഈ ചർച്ചയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എർത്ത് ഈസ് വെരി ഓൾഡ്,
ഭൂമി വളരെ പ്രായമുള്ള ഒരാളാണ്. നോട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. നമ്മുടെ ബിബ്ലിക്കൽ തിയറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 2000-4000 വർഷമേ ഭൂമി ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ആയിരക്കണക്കിന് വർഷങ്ങളൊന്നും അല്ല. ഇറ്റ് ഈസ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ ഭൂമി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഈ ഒരു ഡിസ്കഷൻസിൽ നിന്നും നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. For video lessons, please subscribe TLP's biology classes. Thank you.